നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഐ എം സോ എക്സൈറ്റഡ്. അരുൺ എന്നെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് പോയി. റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് 2 ട്രെയിനാണ് ടോണ്ടണിൽ ചെന്നിട്ടാട്ടോ പോണത്. യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ 25 സ്ട്രേഞ്ചേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഗേൾസ് ട്രിപ്പ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ശരിക്കും ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് രാവിലെ നമ്മുടെ ട്രെയിൻ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. ദെൻ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് അടുത്ത ട്രെയിനിന് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ടെൻഷനില്ല, എന്നാലും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ള ആ ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വെൽക്കം ടു യെറ്റ് അനദർ ന്യൂ വ്ലോഗ് ഫോട്ടോസ്. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് നമ്മുടെ ട്രിപ്പിന് വരുന്ന സെയിം ആളുകളുടെ 2 പേരെ എൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ ഞാൻ അവരെ പരിചയപ്പെട്ടു. എനിക്ക് ഒത്തിരി വിളിച്ചു. അവരെ പരിചയപ്പെട്ടു, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒരു റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാം ആയിട്ടുള്ള ട്രെയിൻ യാത്രയായിരുന്നു. ടോണ്ടൺ വരേക്ക് ഒരു 1 hour യാത്രയായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് നമ്മൾ എല്ലാവരുടെയും ഒരു ചെറിയ ഷോർട്സ് ഒക്കെ എടുക്കണം. അപ്പോൾ അതിൽ കൂടെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടണം. അതൊക്കെയാണ് ഈ കാണുന്നത്. ട്രിപ്പിലുള്ളയാണോ? ട്രിപ്പിലുള്ളയല്ലേ? ഞാനൊരു ഷോർട്സ് ഒക്കെ ആണ്. ഹലോ ഹലോ ഹലോ. കുട്ടി ഇവിടെ നോക്കിക്കേ. ഹലോ 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 ഹലോ. ഹലോ 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 ഹലോ. അങ്ങനെ ഈ ഒരു ഷോർട്സ് എടുക്കൽ വഴി എനിക്ക് എല്ലാവരുമായിട്ടും ഒന്ന് ഇൻഡിവിജ്വലി പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. UK പല ഭാഗത്തുനിന്നും എത്തിയിട്ടുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ 6-7 മണിക്കൂർ ട്രെയിൻ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് പീക്ക് എസ്കേപ്പ് എന്ന് പറയുന്ന ഏജൻസിയാണ്. അതിനോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജീന ജെയിനാണ് നമുക്ക് ഈ ഒരു അവസരം ഒരുക്കിയിരിക്കുന്നത്. ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഗേൾസ് ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും എല്ലാ ഗേൾസും. 2 ഡേയ്സിൻ്റെ പാക്കേജിലുള്ള കോൺവോൾ ട്രിപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ന്യൂക്കി ബീച്ചിലാണ്. ശരിക്കും അവിടെ സർഫിങ്ങും ബോഡി ബോർഡിങ്ങും പിന്നെ സ്വിമ്മിങ് ഇതെല്ലാത്തിനും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഉണ്ട്. നമ്മുടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നത് കയാക്കിംഗ് ആണ്. നിറയെ പബ്ബുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്പോട്ടായിരുന്നു ഈ ഒരു ന്യൂക്കി ബീച്ച് എന്ന് പറയുന്നത്. നമ്മുടെ പാർക്കിംഗ് ആ ഒരു സ്ഥലത്തിനടുത്തൊക്കെ തന്നെ നിറയെ ഷോപ്പുകൾ, അതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബീച്ചായിട്ടും തോന്നി. ഇതുപോലെ ഇത്രയും ആക്ടിവിറ്റീസ്, നല്ല ബ്ലൂ വാട്ടർ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. കയക്കിങ്ങിനോട് പോവാണ് ഇവിടെ. നമ്മുടെ ട്രിപ്പിൽ അത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് നേരെ കയക്കിങ്. ന്യൂക്കി ബീച്ചിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബ്രിഡ്ജ് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ശരിക്കും അത് ഒരു ഐലൻഡാണ്. ഐലൻഡിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. ആകെ ഒരു വീട് മാത്രമാണ് അവിടെ ആ ഒരു ഐലൻഡിലുള്ളത്. അതിൽ കയറാനുള്ള ആകെ ഒരു വഴിയും ആ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അപ്പോൾ ഇതൊരു 90 ഫീറ്റോളം മേലെയാണ് നമ്മുടെ ഈ ഒരു ബീച്ചിൻ്റെ ആ ഒരു ലെവലിൽ നിന്നും. അപ്പോൾ ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഈ ഒരു കോൺവോളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് പിക്ചേഴ്സൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. കയക്കിംഗ് ആയിരുന്നു നമ്മുടെ പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം ടൈഡിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ കണ്ടിട്ട് അവർ ബോഡി ബോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഇതുവരെ ചെയ്തില്ല. കയക്കിംഗ് പിന്നെ നമ്മുടെ നാട്ടിൽ പോയപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോൾ ചെയ്യാൻ പോണതാണ്. ബോഡി ബോർഡിംഗ് ആണ് കേട്ടോ ഇതിൻ്റെ പേര്. ശരിക്കും ബോഡി ബോട്ടിംഗ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. സർഫിംഗ് ഒക്കെ ചെയ്യുന്ന സെയിം സംഭവം, പക്ഷേ ഇത് ചെറുതായിരിക്കും. അങ്ങനെ അത് ട്രൈ ചെയ്യാൻ വിചാരിക്കുകയാണ്. എല്ലാവരും റെഡി ആയിട്ട് നിൽപ്പുണ്ട്. നമുക്ക് ഫോട്ടോ സെഷനാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഐലൻഡ്. ശരിക്കും ആ ഒരു വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരേ ഒരു വഴിയാണ് ആ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ്. ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ആ ഒരു സെഷൻ അടിപൊളിയായിരുന്നു.
ഇനി ബീച്ചിലേക്കുള്ള ആ ഒരു ഡ്രസ്സിൽ എല്ലാവരും റെഡി ആവുകയാണ്. ആ ഒരു സ്പേസ് ആണ് നമുക്ക് അവൈലബിൾ. നമ്മൾ ഇനിയിപ്പം ബോഡി ബോട്ട് ചെയ്യാൻ പോകണം. എല്ലാരും ഇത് വല്ലതും അറിയോ? നമ്മളിന്ന് പഠിക്കാൻ പോകാനാണല്ലേ? നിനക്കറിയോ? ഇങ്ങോട്ട് നോക്കൂ. ഇതുണ്ടത്. അയ്യോ, എല്ലാരും ഇതൊക്കെ എടുത്തോണ്ട് പോവുകയാണ്. സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടന്നു വരികയാണ്. കാറ്റത്ത് പറന്നു പോവാണ്. നല്ല ബ്ലൂ വാട്ടറാണ്. നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ബ്ലൂ വാട്ടർ കണ്ടു തുടങ്ങി. ശരിക്കും കുറച്ച് ഭാഗത്ത് ഒരു ഗ്രീൻ കളറും പിന്നെ അങ്ങോട്ടും നല്ല ബ്ലൂ ആണ്. അപ്പൊ ഗ്രീൻ കളർ വന്നിരിക്കുന്ന അത്രയും എന്ന് പറയുന്നത് ആഴമില്ലാത്തതാണ്. ഇത് പോയാലും പണി കാണും. ഇവിടെ ഇംഗ്ലീഷുകാർ സർഫിംഗ് ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ എപ്പോഴും ഒരു കൗതുകമായിരുന്നു. ശരിക്കും ബോഡിങ് എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു ആക്ടിവിറ്റി കയാക്കിംഗ് അല്ലാതെ ബോഡിങ് ആയതും എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നി. എന്ന് പറഞ്ഞാൽ കടലായിട്ട് നമ്മൾ ഭയങ്കര കോണ്ടാക്റ്റിലാണ്. എന്നാൽ സ്വിമ്മിങ് അറിയത്തില്ല, പക്ഷേ നമ്മൾ ആ ഒരു ടൈഡൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതിൽ നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ടൈം ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിങ്ങും അതുപോലെ എല്ലാവരും എൻജോയ് ചെയ്ത ഒരു ടൈമായിരുന്നു. ഈ ഒരു ആക്ടിവിറ്റിക്കൊക്കെ ശേഷം നമ്മൾ ഒരു ഓപ്പൺ ഹോട്ട് ബാത്തിങ് ആണ് ഈ ഒരു ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നമുക്ക് വാം വാട്ടർ അവൈലബിൾ ആണ്. നമുക്ക് അവിടെ നിന്ന് മണ്ണൊക്കെ ആയിട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ഷവറൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നിന്നിട്ട് ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഫുള്ളൊന്ന് അതൊരു പ്ലസ് അല്ലേ നമുക്ക്. അപ്പം ഇങ്ങനെ ഒരു ഫെസിലിറ്റി Hello. Yeah. കുറേ ഷോപ്പ് ഉണ്ടല്ലേ. ആഹാ എന്താ സാധനം? എന്താ കണ്ടേ? കൊള്ളാമോ? എന്താ സ്വീറ്റ് ആണോ? ക്രീമി ചിക്കൻ. എനിക്ക് വേണം. കോർൺവാളിന്റെ ഒരു ട്രഡീഷണൽ ഫുഡായിട്ടാണ് ഈ ഒരു കോർണിഷ് പേസ്ട്രി. ഇവിടെ വന്നിട്ട് നമ്മളത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഓ, നിങ്ങൾ ക്യൂവിലാണല്ലേ? അപ്പൊ ഞാനും ക്യൂവിലാണ്. നല്ല ക്രീമി ചിക്കൻ. എല്ലാവർക്കും ഒന്ന് തന്നെയാണോ? അവിടെ വേറെ ഉണ്ടോ? ഓ, എന്റെ മേലൊക്കെ എന്തിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നീ ഇറങ്ങിയ വെള്ളത്തില്? ഇറങ്ങി. കോർണിഷ് ടൗൺ
എന്താ വാങ്ങണേ? ക്രീമി ചിക്കൻ. എനിക്കും കൂടെ ഒന്ന് ഓർഡർ ചെയ്യോ? ഞാൻ പേ ചെയ്യാം. ക്രീമി ചിക്കനാണ് എല്ലാവരും ഓർഡർ ചെയ്തിരിക്കുന്നത്. ഞാനത് ഓർഡർ ചെയ്യാൻ പോവാണ്. ബിക്കോസ് ഞാനത് കഴിച്ചിട്ടില്ല. ട്രഡീഷണൽ സ്പെഷ്യൽസ് vegan sausage roll. Hi guys. അത് ക്രീമി ചിക്കൻ ഉണ്ട്, ലാമ്പ് ഉണ്ട്. ലാമ്പ് ഇഷ്ടമാണോ? അപ്പോൾ ക്രീമി ചിക്കൻ. Traditional and vegan vegetable. What is inside the traditional one? Beef steak, potato, sweet corn. Beef steak. Okay. Beef steak ഉള്ളത്. This also has potato and onion. Do you Okay. have bacon cheese turnover? No. What is this one? That's a traditional. Okay. Okay. One lamb. What about that one? ഇതൊക്കെ കോണിഷ് പേസ്റ്റ് ആണ്. ഇതെന്ത് സാധനമാണ്? ഇത് ട്രഡീഷണൽ. അതിനകത്ത് ബീഫാണ്. വാട്ട് ഈസ് ദാറ്റ് വൺ? Steak and stilton. Steak. Stilton. Okay. Stilton is like a strong cheese. Cheese. Yeah, Okay. strong. Okay. Strong cheese ആണ്. Thank you. Steak and still. നീ സ്റ്റിക്കാണ് എടുത്തത്. Steak and still ആണ്. Yeah. ഇവിടുത്തെ സ്പെഷ്യൽ ആണല്ലേ ഇത്? കോണിഷ് എന്താണ് സാധനം? പേസ്ട്രി. പേസ്ട്രി. ഓക്കെ. കോണിഷ് പേസ്ട്രി. കഴിച്ചു നോക്കേ, എങ്ങനെയുണ്ട്? കഴിക്കൂ. കോണിഷ് സ്റ്റീക്ക് അല്ല, കോണിഷ് പേസ്ട്രി നല്ലതായിരുന്നു. നടന്നുകൊണ്ട് നമ്മൾ കഴിക്കുകയാണ്. ഇവിടെ നമ്മളിനി ഹോസ്റ്റൽ അക്കോമഡേഷനിലേക്കാണ് പോകുന്നത്. കുറച്ച് നേരം ഒന്ന് റിഫ്രഷ് ആയി വന്നതിന് ശേഷം ഇനിയിപ്പോൾ ഈവനിങ്ങിലേക്കുള്ള ബാക്കി ട്രിപ്പ് നമ്മളിനി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു പാർട്ട് 1 സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന പോലെ ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും നമ്മൾ എല്ലാവരുമായിട്ട് മിങ്കിളാവുമോ, എല്ലാവരുമായിട്ട് ഒരു വൈബൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു പോയിന്റിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി ആയിരിക്കുന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ട്രിപ്പ് പോകുന്ന ആ ഒരു വൈബിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ വരെ നമ്മളുടെ കൂടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗേൾസ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇനി ബാക്കി വരുന്നതാണ് പാർട്ട് 2, 3 and 4. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.